ജീവിതം സന്തോഷകരമാവണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എനർജി ബൂസ്റ്റർ ഒക്കെ ആണെങ്കിലും ഡിസ്കസ് ചെയ്യുന്നെങ്കിലും, പക്ഷെ അതിനേക്കാൾ മുൻപ് നമ്മൾ ഉപയോഗിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ. നമ്മുടെ പുരുഷന്മാർ അല്ലെങ്കിൽ ജെൻസ് സഹോദരന്മാരുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥ അല്ലെ, അതൊരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറയുന്നത്. ഈ വാക്കിന്റെ അർത്ഥം തന്നെ പറയുന്നത് സംരക്ഷണം, മുമ്പേ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷകൻ എന്നാണ് ഇതിന്റെ പേര് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രോഡക്റ്റിനേക്കാളും നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്, പ്രിയപ്പെട്ട നമ്മൾ ഓരോ സഹോദരന്മാരും ഇതിന് വാല്യൂ കൊടുക്കണം. നമ്മുടെ എല്ലാവരുടെ യൂറിൻ മൂത്രസഞ്ചിയുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. ഏതാണ്ട് 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതിന് വളർച്ച, നമുക്ക് നഖം പോലെ മുടി പോലെ വളരുകയും, പക്ഷെ ആ ഒരു വളർച്ച നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മൊത്തത്തിൽ താളം തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് കെയർ. ഈ പ്രോസ്റ്റേറ്റ് കെയറിനെ ഞാൻ ഇന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വിച്ച് എന്ന രൂപത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോസ്റ്റേറ്റ് കെയർ ആയിട്ട് കരുതിയാൽ മതി. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യുൽപാദനം അല്ലെ, ഒരു കുടുംബജീവിതം എന്ന് പറയുന്നതാണ്. അടുത്ത ജനറേഷൻ അല്ലെ, കല്യാണം കഴിയുന്നു, മക്കളാവുന്നു, ആ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ തലമുറകളിലേക്ക് പോകണമെങ്കിൽ ഈ സ്വിച്ച് എന്നുള്ളതിൽ പ്രധാനപ്പെടും. ഈ സ്വിച്ചിനെ 2 തരത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ചില സ്ഥലത്ത് സ്വിച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യത ആയിട്ടുള്ള ഒരു ഇതാക്കി എടുക്കാം. 2 ഈ പ്രോസ്റ്റേറ്റ് കെയർ ആയിട്ടും എടുക്കാം. രണ്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്വിച്ച് നമ്മുടെ ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ശരീരത്തിന്റെ രീതിയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് പറ്റും, ചില ഒരു പ്രത്യേക ദ്രാവകം ഉത്പാദിപ്പിക്കുകയും ഇത് നമ്മുടെ ബീജം അല്ലെ, നമ്മുടെ അടുത്ത ജനറേഷൻ അതിനെ ഉത്പാദിപ്പിക്കാനും അതിനൊരു ചലന സ്വാതന്ത്ര്യം കൊടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കെയർ. അപ്പൊ ഈ ഭാഗം ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ മുതിർന്ന അംഗങ്ങളാണ്, എല്ലാ സ്നേഹവും ബഹുമാനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇത് ഈ ഒരു ഗ്രന്ഥിയിലൂടെ നമ്മുടെ അടുത്തൊരു ജനറേഷനിലേക്ക് നമ്മളൊരു ബീജം കൈമാറുകയാണെങ്കിൽ അത് ഉത്തേജിപ്പിക്കാനും അതിന് ചലന സ്വാതന്ത്ര്യം കൊടുക്കാനും അത് ഗർഭത്തിലേക്ക് അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു സപ്പോർട്ട്, ഒരു സ്പീഡ് കൊടുക്കുന്നതും ആരാണ്? ഈ പ്രോസ്റ്റേറ്റ് കെയർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ സ്വിച്ചിനെ വളരെയധികം